السلام عليكم ورحمة الله. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സൗണ്ട്? കേൾക്കുന്നുണ്ട്. ഉണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ ഇൻഷാ അല്ലാ. ഓക്കേ, 8 പേരല്ലേ, 7 വന്നിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ മൂന്നോളം തജ്വീദിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് സാധാരണ ദീർഘം അഥവാ സാധാരണ മദ് നമ്മൾ എന്തെന്ന് പഠിച്ചു. മദ്ദിന്റെ എന്താണ് ഫത്ഹിന് ശേഷമുള്ള അലിഫ്, അതേപോലെ കസറിന് ശേഷമുള്ള യ, ദമ്മിന് ശേഷമുള്ള വാവ്, ഇതിനെയൊക്കെ 2 ഹറക്കത്ത് നമ്മൾ നീട്ടണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ തന്നെ ഹറക്കത്ത് എന്നാൽ എന്ത്, തജ്വീദില് ഹറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചു. ഒരു ഹറക്കത്ത്, 2 ഹറക്കത്ത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിരല് മടക്കുന്നതിന്റെ ഒരു ദൈർഘ്യം. അപ്പൊ 2 ഹറക്കത്താകുമ്പോൾ 2 വിരലുകൾ മടക്കുന്നതിന്റെ ഒരു ദൈർഘ്യം. അങ്ങനെ മദ്ദിന്റെ ദൈർഘ്യം അനുസരിച്ച് എന്ത് ചെയ്യും, ഹറക്കത്തുകളുടെ എണ്ണങ്ങൾ കൂടും. 6 ഹറക്കത്ത് വരെ നമുക്ക് അസാധാരണ മദ്ദിൽ നീട്ടാൻ സാധിക്കും. പിന്നീട് മൂന്നാമതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അസാധാരണ ദീർഘം അഥവാ അസാധാരണ മദ്. 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ 2 ഹറക്കത്തിൽ നിർബന്ധമായി നീട്ടേണ്ട അസാധാരണ മദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ 2 വിഭാഗങ്ങളായി തിരിയും. ഒന്നാമത്തത് ഹംസക്ക്, അല്ലെങ്കിൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നത്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തു, മാഷാ അല്ലാഹ്. ഒരുപാട് പേര് അതിന്റെ വർക്കുകളൊക്കെ ചെയ്ത് അയച്ചു തന്നു. എല്ലാവരും ചെയ്തത് കറക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മദ്ദിന് ശേഷം വരുന്ന ഷദ്ദിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, അത് ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ, അത് വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അസാധാരണ ദീർഘത്തിന്റെ മറ്റൊരു വിഭാഗമാണ് ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ചില അക്ഷരങ്ങൾ. അപ്പോ ചില സൂറത്തുകൾ തുടങ്ങുന്നത് തന്നെ ചില അക്ഷരങ്ങൾ കൊണ്ടാണ്, അല്ലെ? ബിസ്മി കഴിഞ്ഞാൽ പിന്നീട് ചില അക്ഷരങ്ങൾ കൊണ്ട് ആ സൂറത്ത് ആരംഭിക്കും. ഉദാഹരണം പറഞ്ഞാല് സൂറത്തുൽ ബഖറയില് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ആയത്തേതാണ് അലിഫ് ലാം മീം. ഇവിടെ കേവലം 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ആരംഭിച്ചിരിക്കുന്നത്. ാണ് ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങൾ എത്ര ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള കേവല അക്ഷരങ്ങൾ, ഇവയെ 2 വിഭാഗങ്ങളായി നമ്മൾ എന്ത് ചെയ്യും, തിരിക്കും. 2 വിഭാഗങ്ങളായി. ഒന്നാമത്തത്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഒന്നാമത്തെ വിഭാഗം എ, കേവല അക്ഷരങ്ങളെ 2 വിഭാഗങ്ങളായി നമ്മൾ തിരിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഹയ്യുൻ തുഹ്റുൻ. ഈ ഒരു വാക്ക് കാണുന്നുണ്ട്, 2 വാക്കുകൾ, ഹയ്യുൻ തുഹ്റുൻ. ഓക്കെ, കാണുന്നില്ലേ? ഹയ ത്വഹറ, ഹയ്യുൻ തുഹ്റുൻ. ഇത് 2 വാക്കുകളാണ്. ഈ
വാക്കിലുള്ള അക്ഷരങ്ങൾ വരുന്നാൽ, അഥവാ ഹയ്യുൻ തുഹുറൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹ, യ, ത, ഹ, റ. 5 അക്ഷരങ്ങൾ അല്ലെ? ഹയ്യുൻ തുഹുറൻ. അപ്പൊ നമുക്ക് ഈ 5 അക്ഷരങ്ങൾ കാണാതെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാക്ക് നമ്മൾ ബൈഹാട്ടാക്കിയാൽ മതി. ഹയ്യുൻ തുഹുറൻ എന്ന് നമ്മൾ ഒരു കോഡാണ് ഹയ്യുൻ തുഹുറൻ. അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ച് നമ്മൾ എന്തായി? ഈ 5 അക്ഷരങ്ങൾ നമ്മൾ മനഃപ്പാടമാകും ഓൾറെഡി. ഉദാഹരണം പറഞ്ഞാൽ കൽക്കലയുടെ അക്ഷരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടില്ല. കൽക്കലയുടെ അക്ഷരങ്ങൾ നമുക്കൊരു കോഡായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കുത്തുബ് ജദ് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പരിചിതമായ ഒരു തജ്വീദിന്റെ നിയമമാണ് കുത്തുബ് ജദ് എന്ന് പറയും. അപ്പൊ കുത്തുബ് ജദ് എന്ന് പറയുമ്പോൾ എന്താണ്? കൽക്കലയുടെ അക്ഷരങ്ങളെ മൊത്തത്തിൽ അവരെന്താക്കണം? എളുപ്പത്തി അക്ഷരങ്ങളെ മനഃപ്പാടമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബൈഹാട്ടാക്കി വരാൻ വേണ്ടി ഒരു കോഡ് ഭാഷയായിട്ട് എന്ത് ചെയ്യും? അവരൊരു വാക്കായിട്ട് പരിഗണിക്കും. അതേപോലെയാണ് ഇവിടെ എന്ത്? ഹയ്യുൻ തുഹുറൻ എന്ന 2 വാക്കുകൾ. ഈ 2 വാക്കിലെ അക്ഷരങ്ങൾ വന്നാൽ, അഥവാ ഹ, യ, ത, ഹ, റ, ഈ 5 അക്ഷരങ്ങള് സൂറത്തിന്റെ തുടക്കത്തിൽ ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് മാത്രം നീട്ടണം. അപ്പോ ഈ ഹ, യ, ത, ഹ, റ ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം സൂറത്തിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി ഉച്ചരിക്കണം. അപ്പൊ ഇതിന് 3 എക്സാമ്പിൾസ് ക്ലിയർ ആകുന്നില്ല. എന്ത് ചെയ്യാൻ വോയിസ് പറ്റും? ക്ലിയർ ഇല്ല. ഒന്നാമത്തെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ ഇപ്പൊ ഓക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഇതില് ഹാമീം എന്ന വാക്കില് നമ്മൾ നോക്കുമ്പോ 2 അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഹ, രണ്ടാമത്തത് മീം. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട മീമിനെ മാറ്റി വെക്കുക, നമ്മൾ ഹായ മാത്രം എടുക്കുക അല്ലേ? ഹായ നോക്കുമ്പോ ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കിലെ ഒരക്ഷരമാണ് ഹ. അപ്പൊ ഇവിടെ ഹായ നമ്മൾ എത്ര ഹറക്കത്ത് നീട്ടണം? 2 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹായ നമ്മൾ നീട്ടണം. അപ്പൊ ഓതുമ്പോ ചില ആളുകൾ ഓതുമ്പോ ചിലപ്പോ ഹായ തന്നെ ഒരുപാട് നീട്ടും. ഹാമീം. ഈ ഒരു പാരായണ രീതി തെറ്റായ പാരായണ രീതിയാണ്. അവിടെ നീട്ടേണ്ടത് ഹാമീം. ഹായ 2 ഹറക്കത്ത്. ഹാമീം. അപ്പൊ ഹാമീം. അപ്പൊ ഹ എന്താണ്? ഹയ്യുൻ തുഹുറിലെ ആ വാക്കിലെ ഒരു അക്ഷരമാണ് ഹ. ഈ ഹ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തിലെ തുടക്കത്തിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ 2 ഹറക്കത്ത് നമുക്ക് നീട്ടാൻ കഴിയണം. 2 ഹറക്കത്ത് നീട്ടാൻ പാടുള്ളൂ. ചില ഖുർആനിൽ ചിലപ്പോ ഹായുടെ മുകളിലായിട്ട് ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. നമ്മളെ ഖുർആനൊക്കെ നോക്കിയാല് ഹായുടെ മുകളിലായിട്ട് ചെറിയൊരു അലിഫ് കാണാൻ സാധിക്കും. ആ അലിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്ദിന്റെ അക്ഷരമായ അലിഫാണ്. ആ അലിഫ് എന്ത് ചെയ്യണം? അവിടെ ഹായിനെ നീട്ടാൻ വേണ്ടി വന്ന അലിഫാണ്. ഇപ്പൊ ഇതിൽ നമുക്ക് ഈ ഉദാഹരണത്തിൽ കാണാൻ സാധിക്കൂല, പക്ഷെ ഖുർആൻ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹാമീമൊക്കെ നോക്കുമ്പോൾ ഹായുടെ മുകളിലായിട്ട് ചെറിയൊരു അലിഫ് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം അവിടെ ഹായ നീട്ടണം എന്നാണ്. എത്ര ഹറക്കത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക അവിടെ 2 ഹറക്കത്ത്. കാരണം നമ്മളിപ്പോ പഠിച്ചതാണ് എന്ത്? ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കിലെ ഏതെങ്കിലും ഒരു അക്ഷരം സൂറത്തിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ആ അക്ഷരങ്ങളെ 2 ഹറക്കത്ത് മാത്രം നീട്ടുക എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എക്സാമ്പിള് ത്വാഹ. രണ്ടാമത്തെ സൂറത്തു ത്വാഹയിലെ 1-ാമത്തെ ആയത്താണ് എന്ത്? ത്വാഹ. ഈ ത്വാഹ എന്ന വാക്കിലെ ത്വാഹ ഈ 2 അക്ഷരങ്ങളും മുകളിലുള്ള നമ്മൾ പറഞ്ഞ ഹയ്യുൻ തുഹുറിൻ എന്ന ആ ഒരു വാക്കില് ഈ 2 അക്ഷരങ്ങളും അടങ്ങിയിട്ടുണ്ട് അല്ലെ? തോയും കാണാൻ പറ്റും, ഹായും കാണാൻ പറ്റും. അപ്പൊ ഈ 2 അക്ഷരങ്ങളെയും നമ്മൾ 2 ഹറക്കത്തെ നീട്ടാന് പാടുള്ളൂ. 2-ൽ കൂടുതൽ നീട്ടാൻ പാടില്ല. അപ്പോ ത്വാഹ ഓതേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ
അല്ല ഇതേരുവ് ത്വാഹ ഇത്ര ഓതണം. അല്ല ത്വാഹ ഇത് ശരിയായ ഒരു പാരായണ ശൈലിയല്ല, ശരിയായ പാരായണ രീതിയല്ല. നമ്മൾ ഓതേണ്ടത് എങ്ങനെയാണ്? രണ്ട് ഹറക്കത്ത്, ത്വായിനെ രണ്ട് ഹറക്കത്ത്, ഹായിനെ രണ്ട് ഹറക്കത്ത്. രണ്ട് ഹറക്കത്ത് എന്ന് പറയുമ്പോൾ രണ്ട് വിരലുകള് മടക്കുന്ന ആ ഒരു ദൈർഘ്യം. അപ്പൊ തോ അണ്ട തോ ഇത്ര നീട്ടാവും. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. അപ്പൊ ത്വാഹ ഓതുമ്പോ രണ്ട് ഹറക്കത്ത്, ത്വായിനും ഹായിനും. കാരണം എന്താണ്? ഇവിടെ തോയും ഹായും ഇവിടെ നമ്മൾ പറഞ്ഞ മുകളിൽ പറഞ്ഞ ആ അഞ്ചക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് തോയും ഹായും. ഇനി മൂന്നാമത്തെ ഉദാഹരണം നമ്മൾ നോക്കിയാല് സൂറത്തു യാസീനാണ്. നമുക്ക് പരിചിതമായ സൂറത്താണ് സൂറത്തു യാസീൻ. ആ യാസീനിലെ ഒന്നാമത്തെ ആയത്താണ് എന്ത്? യാസീൻ അല്ലെ. ഇതില് മുകളിലുള്ള അഞ്ചക്ഷരങ്ങളിൽ ഏതക്ഷരമാണ് ഈ ഉദാഹരണത്തിലുള്ളത്? മുകളിലുള്ള യാ യാ അല്ലെ. അപ്പൊ യാഇനെ എത്ര ഹറക്കത്ത് നീട്ടണം? രണ്ട് ഹറക്കത്തെ നീട്ടാൻ പാടുള്ളൂ. അപ്പൊ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ യാസി അല്ലാതെ യാസീൻ ശരിയല്ല. അവിടെ യായിനെ രണ്ട് ഹറക്കത്തിൽ കൂടുതൽ നീട്ടാന് പാടില്ല, രണ്ട് ഹറക്കത്ത്. അപ്പൊ ഓതുമ്പോ യാസീൻ. അവിടെ സീനിന് എത്ര ഹറക്കത്ത് നീട്ടണമെന്ന് രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് പഠിക്കാന് സാധിക്കും. ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? സൂറത്തുൽ ബഖറയില് എന്ത് വന്നു? അലിഫ് ലാം മീം. അലിഫ് ലാം മീം നിക്കട്ട്, ബാക്കിയുള്ള നമ്മള് പിന്നെ അതേപോലെ അലിഫ് ലാം മീം സ്വാദ്, അതേപോലെ അലിഫ് ലാം റ. ഇതില് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വന്നിട്ടില്ല. ഹയ്യിൻ തുഹ്റൻ എന്ന അക്ഷരം എന്ത് വന്നിട്ടില്ല? ഇതില് വന്നിട്ടില്ല. നമുക്ക് ഇതാണ് നോക്കേണ്ടത്. ഇതിൽ നോക്കേണ്ട ഹാമീം എന്ന ഒരു ഭാഗം നോക്കുമ്പോൾ ഇതിൽ രണ്ടക്ഷരം വന്നു. ഒന്നാമത്തത് ഹ, രണ്ടാമത്തത് മീം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹായുടെ മുകളിലായിട്ട് ഒരു ചെറിയ അലിഫ് കാണാൻ പറ്റും. അതിനർത്ഥം എന്താണ്? അവിടെ ഹായിനെ മദ് ചെയ്യണം. ഹായിന് മദ് വന്നു. അത് എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കിലെ അക്ഷരമായ ഹ വന്നത് കൊണ്ട് അവിടെ എത്ര ഹറക്കത്ത്? രണ്ട് ഹറക്കത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ നീട്ടുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഹ വന്നു. ഈ അഞ്ചക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമായാണ് എന്ത്? ഹ വന്നത്. അതുകൊണ്ട് തന്നെ ഹായെ രണ്ട് ഹറക്കത്ത് നമുക്ക് നീട്ടാനേ സാധിക്കുകയുള്ളൂ. അതേപോലെ യാസീൻ, യാസീനെ നോക്കുമ്പോ അതില് ഹയ്യുൻ തുഹുറുൻ എന്ന വാക്കില് യാ മാത്രമാണ് അതിലുള്ളത്, സീൻ ഇതിലില്ല. അപ്പോ യാഇനെ എത്ര ഹറക്കത്ത്? രണ്ട് ഹറക്കത്ത് നമ്മൾ നീട്ടി ഓതണം. ഓക്കെ. അപ്പോ ഇത് ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം, ബിയിലോട്ട് പോവാം. ഇത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹലോ, മനസ്സിലായി? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ. ഇനി ബി സെക്ഷനിൽ പോയാലും നമ്മള് അസാധാരണ ദീർഘത്തിലെ രണ്ടാം ഭാഗമാണ്. അഥവാ കേവല അക്ഷരങ്ങൾ. നമ്മളെ ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കും ആ ഒരു അഞ്ചക്ഷരങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിലെ വാക്കാണ് നഖസ അസലുക്കും. ഒരു കോഡാണ് നഖസ അസലുക്കും. നഖസ അസലുക്കും എന്ന വാക്കിലുള്ള അക്ഷരങ്ങൾ വന്നാൽ, എങ്ങനെ വന്നാല്? സൂറത്തിന്റെ തുടക്കത്തില് നഖസ അസലുക്കും എന്ന വാക്കുകളിലുള്ള അക്ഷരങ്ങൾ. അപ്പൊ നഖസ അസലുക്കും എന്ന വാക്കിൽ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് നൂൻ, രണ്ടാമത്തത് ഖാഫ്, മൂന്ന് സ്വാദ്, നാലാമത്തത് ഐൻ, അഞ്ചാമത്തത് സീൻ, ആറാമത്തത് ലാം, ഏഴാമത്തത് കാഫ്, എട്ടാമത്തത് മീം. അപ്പൊ 8 അക്ഷരങ്ങളാണ് നഖസ അസലുക്കും എന്ന ആ ഒരു വാക്കുകളിൽ ഉള്ളത്. അപ്പൊ ഈ 8 അക്ഷരങ്ങള് സൂറത്തിന്റെ തുടക്കത്തിൽ വരും. സൂറത്തിന്റെ തുടക്കത്തിൽ 8 അക്ഷരങ്ങളും വരും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച 5 അക്ഷരങ്ങളും വരും. ഇപ്പൊ രണ്ടും കൂടി ചിലപ്പോ എന്ത് ചെയ്യും?
ഒരുമിച്ച് വരും. ചിലപ്പോ ഹാമീം പറഞ്ഞ പോലെ എന്താണ് അത് നമുക്കിപ്പോ പറയാം. അങ്ങനെ നമ്മൾ ഇതേ രൂപത്തില് ഈ 8 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരം സൂറത്തിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആ അക്ഷരങ്ങളെ പൂർണ്ണമായി പറയുകയും അതേ രൂപത്തിൽ ആ അക്ഷരങ്ങളെ 6 ഹറക്കത്ത് നീട്ടുകയും വേണം. അപ്പൊ ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നമ്മൾ നീട്ടണം. അപ്പൊ നേരത്തെ പറഞ്ഞ ഹയ്യൻ തുഹുറിൽ അക്ഷരങ്ങളെ 2 ഹറക്കത്തും, ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വരികയാണെങ്കിൽ ഇവിടെ 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി ഓതുകയും ചെയ്യണം. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് ഓക്കെ, ഒന്നാമത്തത് അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറയിലുണ്ട്, അതേപോലെ സൂറത്തു ആലിംറാനിലുണ്ട്, അല്ല കുറെ ഒരു സൂറത്തു റൂമിലുണ്ട്. അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങളിൽ ലാമും മീമും നഖസ അസലുക്കും എന്ന വാക്കിലുള്ള അക്ഷരങ്ങൾ, അഥവാ ആ 8 അക്ഷരങ്ങളിൽ പെട്ട 2 അക്ഷരമാണ് ലാം മീം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ ലാമിനെയും മീമിനെയും എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? എത്ര ഹറക്കത്താ? ആറ് അക്ഷരം. മാഷാ അല്ലാഹ്. ആ 6 6. ഹറക്കത്താണ് ഈ ലാമിനെയും മീമിനെയും നമ്മൾ നീട്ടി ഓതേണ്ടത്. അപ്പൊ ഓതുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം. കണ്ടോ? ലാമിന് 6 ഹറക്കത്ത് നമ്മൾ നീട്ടുന്നു, അതോടൊപ്പം മീമിന് എന്ത് ചെയ്യുന്നു? 6 ഹറക്കത്ത് നമ്മൾ നീട്ടുന്നു. ഇപ്പൊ ലാം എന്ന് പറയുമ്പോ, ലാം എന്ന അക്ഷരം പറയുമ്പോ എന്താണ്? അവിടെ അവസാനം ഒരു മീമിന് നമുക്ക് കാണാൻ പറ്റും. ലാം എന്ന് എഴുതുമ്പോ അല്ലേ, ലാം എന്ന് പറയുമ്പോ അവിടെ ഒരു മീമിനാണ് ആ അക്ഷരം അവസാനിക്കുന്നത്. ലാം എന്ന് പറയുമ്പോ അത് മീമിലാണ് അവസാനിക്കുന്നത്, ലാം. അതേപോലെ നമ്മൾ ഈ അക്ഷരമായി മൂന്നാമത്തെ അക്ഷരമായി മീമ് വരുന്നു. അപ്പൊ 2 മീമും കൂടി ചേരുമ്പോ അവിടെ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ മണിക്കണം. ലാം മീം. മനസ്സിലായോ? ഇപ്പോ പറഞ്ഞത് മനസ്സിലായില്ല? അവിടെ ലാം മീം എന്ന് ഓക്കെ പറഞ്ഞ അവിടെ 2 മീം അടുത്തടുത്ത് വന്നു. ഒന്നാമത്തെ ലാം എന്ന അക്ഷരത്തിൽ ഒരു മീം ഉണ്ടാകും, ഇവിടെ മീമായിട്ട് വന്ന ഒരക്ഷരം, മൂന്നാമത്തെ അക്ഷരം. അപ്പൊ 2 മീം എന്താണ് അടുപ്പിച്ച് വരുമ്പോ അവിടെ ഷെദ് കൊടുക്കണം, മണിക്കണം. മീമിന്റെ മേളിൽ ഷെദ് വന്നാൽ, പൊതുവായൊരു നിയമമാണ്, മീമിന് ഷെദ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ മണിക്കണം. ഉദാഹരണം പറഞ്ഞാൽ സുമ്മ. സുമ്മ പറയുമ്പോ മീമിന് ഷെദ് ഉണ്ട്, അപ്പൊ അവിടെ മണിച്ച് ഉച്ചരിക്കണം, സുമ്മ. അതേപോലെ നൂനിന് ഷെദ് വന്നാല് മണിക്കണം. അപ്പൊ ഇന്നല്ലദീന കഫറോ കുതുമ്പോ നൂനിന്റെ മേലെ ഷെദ് വരെയാണ്, അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? മീമിന്റെ മേലെ ഷെദ് വന്നത് കൊണ്ട് 2 മീം ഒരുമിച്ച് വരുമ്പോ എന്തുണ്ട്? അവിടെ ഷെദ് വരും. അപ്പൊ നമ്മൾ ലാമിനെ 6 ഹറക്കത്ത് നീട്ടുന്നതോടൊപ്പം മീമിലേക്ക്, നമ്മള് അടുത്ത അക്ഷരം മീമിലേക്ക് പോകുമ്പോ അവിടെ മീമിന് എന്ത് ചെയ്യണം? മണിച്ചിട്ട് വേണം നമ്മൾ മീമിന് 6 ഹറക്കത്ത് നീട്ടാൻ. ഒന്നുകൂടെ ഓതി തരാം. അലിഫ് ലാം മീം. ഉണ്ടോ? അലിഫ് ലാം മീം. ഇപ്പോ ഇത് ഓതുന്ന രീതി മനസ്സിലായിട്ടില്ലേ? ഇതിൽ ഒരു സംശയം. അതെ. 2 മീമ് അതുപോലെ തന്നെ സെത്ത് എന്നുള്ള മീമിന് സെത്ത് എന്നുള്ള പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ ഒരു മീമെന്ന് കാണുന്നുള്ളൂ. അപ്പൊ 2 മീമ്. ഓക്കെ 2 മീം എന്ന് പറയുമ്പോ ഞാൻ അത് ഒന്ന് ഇത് എഴുതി തരാൻ പറ്റി. കേൾക്കുന്നില്ല. ഓക്കെ, വെയിറ്റ് ഒന്ന്. ഇപ്പൊ ഞാനൊരു ബോർഡ് കാണുന്നില്ല, വൈറ്റ്, ഞാനിപ്പോ എഴുതി തരാം. അപ്പൊ ഒന്നാമത്തെ നമ്മള് ഈ ലാം പ്ലസ് മീമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ?
ഇതിൽ രണ്ട് മീം വരുന്നത് വെച്ചാൽ നമ്മൾ ലാം എന്നുള്ള പിരിച്ചെഴുതുമ്പോ, ഇപ്പൊ ലാം എന്ന് പിരിച്ചെഴുതുമ്പോ എങ്ങനെയാണ്? ലാം. ഇതാണ് ലാം എന്ന് പറയുന്നത്, ലാം. അപ്പൊ ഈ ലാം എന്ന അക്ഷരത്തിൽ തന്നെ ഒരു മീം കാണാൻ പറ്റും അവസാനം. മനസ്സിലായില്ലേ? ലാം എന്ന അക്ഷരത്തിൽ തന്നെ ഒരു മീമുണ്ട്. ലാം എന്ന് നമ്മൾ അക്ഷരം പറയുമ്പോ അവസാനം നമ്മളെ അവസാനിക്കുന്ന ഒരു മീമിലാണ് ലാം, അല്ലെ? ലാം. അത് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അക്ഷരത്തിൽ തന്നെ ഒരു മീം ഉണ്ടാവും, ലാം പ്ലസ് നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ അക്ഷരമായ മീം. അപ്പൊ ഈ രണ്ട് മീം എന്ത് വരെയാണ്? ഒരുമിച്ച് വരുമ്പോ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഷെദ് വരും. മനസ്സിലായോ? അതെ അതെ. രണ്ട് മീമിനെ എന്ത് ചെയ്യാം? അങ്ങനെ ഒരുമിച്ച് വരുമ്പോ അവിടെ എന്ത് ചെയ്യണം? ഒരു മീമിനെ, രണ്ട് മീമിനെ എന്ത് ചെയ്യണം? നമ്മൾ മണിച്ചു ഓതണം. ലാം മീം. ഇപ്പോ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിട്ടില്ല? ഹലോ, ക്ലിയർ ആയി. ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. അപ്പൊ ഇതില് നമ്മള് അലിഫ് ലാം മീമില് നമ്മൾ എന്ത് ചെയ്തു? ലാമിനെയും മീമിനെയും എന്ത് ചെയ്യണം? 6 ഹറക്ക് നമ്മൾ നീട്ടി ഓതണം. കാരണം നഖസ അസലുക്കും എന്ന വാക്കിൽ, അല്ലെങ്കിൽ നൂൻ ഖാഫ് സാദ് ഐൻ സീൻ ലാം കാഫ് മീം, ഈ 8 അക്ഷരങ്ങളിൽ പെട്ട 2 അക്ഷരമാണ് അലിഫ് ലാം മീമിലെ ലാമും മീമും. ഇനി നമ്മൾ ഹാമീം എന്ന വാക്ക് നോക്കിയാൽ ആ വരി തന്നെ മൂന്നാമത് കിടക്കുന്നതായിട്ട് ഹാമീം നോക്കുമ്പോ നമ്മൾ പഠിച്ചു എന്ത്? 2 ഹറക്കത്താണല്ലേ? നേരത്തെ പഠിച്ചു ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കിലെ ഒരു അക്ഷരമാണ് ഹ. അതുകൊണ്ട് ഹായിന് എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? 2 ഹറക്കത്ത്. മാഷാ അല്ലാഹ്, 2 ഹറക്കത്ത്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മീമിനെ മാത്രമാണ്. അപ്പൊ ഹ നമ്മൾ നേരത്തെ പഠിച്ചു, ഇനി മീമിനെ മാത്രം. ഈ മീം എവിടെയുള്ള മീമാണ്? ഇപ്പൊ കുറച്ചു മുമ്പ് പഠിച്ചേ ഉള്ളൂ, അലിഫ് ലാം മീം. എത്ര ഹറക്കത്ത് നീട്ടണം അവിടെ? 6 ഹറക്കത്ത്. കാരണം നഖസ, ഈ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബൈഹാട്ടാക്കി. നഖസ അസലിക്കും അതേപോലെ ഹയ്യുൻ തുഹുറിൻ, ഈ 2 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മനപ്പാടമാക്കാൻ. എന്നാൽ നമുക്ക് ഈ അക്ഷരങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഈ 2 വാക്കുകൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്ഷരങ്ങൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നഖസ അസലുക്കും എന്ന വാക്കിലെ ഒരു അക്ഷരമാണ് മീം. അപ്പൊ മീമിന് അവിടെ എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നീട്ടണം. അപ്പൊ ഹായിനെ 2 ഹറക്കത്തും മീമിനെ 6 ഹറക്കത്തും നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി ഓതണം. അപ്പൊ ഓതുമ്പോ ഹമീം ആണോ? ഹമീം. ഹായിനെ 2 ഹറക്കത്ത്, മീമിനെ 6 ഹറക്കത്ത്. ഓക്കെ അല്ലേ? ഇനിയുള്ളത് നമ്മൾ തോഹ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. തോഹയിലെ 2 അക്ഷരങ്ങളും ഹയ്യുൻ തുഹുറിൻ എന്ന വാക്കിലെ 2 അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് വീതം നമ്മൾ ഉച്ചരിക്കണം, നമ്മൾ ഓതുകയും അത് പാരായണം ചെയ്യുകയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് അലിഫ് ലാം മീം സ്വാദ്. അലിഫ് ലാം മീം സ്വാദ്. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഹയ്യുൻ തുഹുറിലെ ആ 5 അക്ഷരങ്ങളിലെ ഒരക്ഷരം പോലും ഇതില് ഇല്ല. മുഴുവനും നഖസ അസലുക്കുമിൽ പെട്ട 3 അക്ഷരങ്ങളാണ്, അല്ലെ? ലാം മീം സ്വാദ്. അലിഫിനെ നമ്മൾ എന്തെങ്കിലും നീട്ടൂല, കാരണം അലിഫിന് അവിടെ ഹറക്കത്തും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അലിഫിനെ അലിഫായിട്ട് തന്നെ ഉച്ചരിക്കും, അലിഫിനെ നീട്ടൂല. കാരണം അലിഫിന് മദ്ദ് വന്നാൽ മാത്രമേ നമുക്ക് നീട്ടാൻ സാധിക്കൂ. അല്ലേ? അത് ക്ലിയർ അല്ലേ? അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലേ അലിഫിന്റെ വിഷയത്തില്? ഇല്ല. നമ്മളിവിടെ നോക്കേണ്ടത് ആ മദ്ദു വന്ന അക്ഷരങ്ങൾ ലാം മീം സ്വാദ്. ഈ ലാം മീം സ്വാദ് നോക്കുമ്പോ നഖസ അസലുക്കും എന്ന വാക്കുകളിൽ പെട്ടതാണ്, അല്ലെ? ലാം ഉണ്ട്, മീം വന്നു, നഖസയിലെ സ്വാദ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും നീട്ടി ഓതണം. أعوذ بالله من الشيطان الرجيم. ألف لام صاد. മൈക്ക് മ്യൂട്ടാക്കിയാലേ ആരോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അലിഫ് ലാമിയും സ്വാദിരി, ലാമിനെയും മീമിനെയും സ്വാദിനെയും 6 ഹറക്കത്ത് എന്ത് ചെയ്യണം? നമ്മൾ നീട്ടി ഓതണം.
അലിഫ് ലാം മീം സ്വാദ്. ഇപ്പൊ നമ്മൾ അലിഫ് ലാം മീം പറഞ്ഞപ്പോ ഒരു മണിച്ചില്ല, അതേ രൂപത്തിൽ സെയിം മണിക്കലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്. ലാം മീം സ്വാദിന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, മണിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കില്ല. തോ സീൻ മീം 3 അക്ഷരങ്ങളുണ്ട്. തോ സീൻ മീം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ അക്ഷരമായ തോ ഹയ്യുൻ തുഹൂറിൻ എന്ന വാക്കിലെ അക്ഷരമാണ്, കേവല അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ് തോ. അതുകൊണ്ട് ഈ തോയ 2 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം, മദ് ചെയ്യണം. ബാക്കിയുള്ള 2 അക്ഷരങ്ങൾ സീൻ അതേപോലെ മീം, ഈ 2 അക്ഷരങ്ങളും നഖസ അസലുക്കും എന്ന വാക്കുകളിൽപ്പെട്ട അക്ഷരങ്ങളാണ്. അതുകൊണ്ട് സീനിനെയും മീമിനെയും 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം, നീട്ടി ഓതണം, അല്ലെങ്കിൽ നീട്ടി പാരായണം ചെയ്യണം. അപ്പൊ ഓതുമ്പോ മനസ്സിലായോ? ഓടുമ്പോ സൗണ്ട് കമ്മിയാവണം. എന്റെ ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ എന്റെ ഫുൾ റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ടല്ല. റേഞ്ച് ഫുള്ളാണല്ലോ. റേഞ്ച് ഫുള്ളാ, കേക്കുന്നില്ല? ഹലോ, സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്. ഓതുമ്പോ ചില മൈക്ക് വിട്ടു പോകണ്ടോ അതോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നീട്ടുമ്പോഴാണല്ലേ? അതെ 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 അതങ്ങനെ ഇത് സൂമിൽ അങ്ങനെ വരാറുണ്ട് സാധാരണ. ഓക്കെ, അതല്ലേ. സംസാരിക്കുമ്പോ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ? ഇല്ല 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 ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ തോ സീൻ മീമില് എന്താണ്, തോയിനെ 2 ഹറക്കത്തും സീനിനെയും മീമിനെയും 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം, നീട്ടി ഓതണം. ഇനി അടുത്തതാണ് സ്വാദ് അല്ലെ, സൂറത്തു സ്വാദ്. സ്വാദില് അവിടെ സ്വാദിനെ എന്ത് ചെയ്യണം, 6 ഹറക്കത്ത് നമ്മൾ നീട്ടണം. സ്വാദ് എന്താക്ക? ഹലോ, ഓക്കെ. ഇനിയുള്ളത് അലിഫ് ലാം റോ. അലിഫ് ലാം റോ എന്നതില് ലാമിന് 6 ഹറക്കത്തും റോയിനെ 2 ഹറക്കത്ത് നമ്മൾ നീട്ടി ഉച്ചരിക്കണം അല്ലെ. റോ ഹയ്യിൻ തുഹൂറിലെ ആ ഒരു വാക്കിൽപ്പെട്ട ഒരു അക്ഷരമാണ് റോ. അതുകൊണ്ട് റോയിനെ എന്ത് ചെയ്യണം, നമ്മൾ 2 ഹറക്കത്ത് നീട്ടണം. അതേപോലെ ലാമിന് 6 ഹറക്കത്തും. അപ്പോ നമ്മൾ ഓതുമ്പോ പാരായണം ചെയ്യുമ്പോ അലിഫ് ലാം റോ റോ, അല്ലാതെ റോ ആ ഒരു നീട്ടി ഓതല് പാടില്ല. 2 ഹറക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാന് പാടില്ല. അപ്പോ ലാമിന് 6 ഹറക്കത്ത് ആദ്യം നീട്ടണം. അതിന് ശേഷമുള്ള റോയ 2 ഹറക്കത്ത് മാത്രമേ നീട്ടാന് പാടുള്ളൂ. അടുത്ത് നോക്കുമ്പോ തോസീൻ. തോസീൻ, ഇവിടെ തോ എന്നുള്ളത് ഹയ്യൻ തുഹറിൽപ്പെട്ട അക്ഷരമായ തോയാണ്. അതുകൊണ്ട് നമുക്ക് എത്ര ഹറക്കത്തെ പറ്റൂ? എത്ര ഹറക്കത്താണ്? അതെ, 2 ഹറക്കത്താണ്. സീനിന് എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? 6 ഹറക്കത്ത്. അങ്ങനെയാണെങ്കിൽ ഫൈസലേക്ക് ഒന്ന് ഓതിയാണ് ആ ഒരു തോയപ്പോ അവിടെ 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടി. തോസീനല്ല, തോസീൻ. സീനിനെ നമ്മൾ 2ൽ കൂടുതൽ അഥവാ 6 ഹറക്കത്ത് നീട്ടേണ്ട സീനിനെയാണ്. തോയ 2 ഹറക്കത്ത് മാത്രം നമ്മൾ മദ് ചെയ്താൽ മതി. ഒന്നുകൂടി ഒന്ന് ഓതിയാക്കാം. അതെ, തോസീൻ. മാഷാ അല്ലാഹ്. അങ്ങനെ അടുത്തത് ഒരാൾ ഓതണം. റഷീദ്ക്ക അടുത്തത് ഓതോ, തോസീന് ശേഷമുള്ള കാഫ് അല്ലെ. ഖാഫ് എത്ര ഹറക്കത്താണ്? 6 ഹർക്കത്ത്. 6 ഹറക്കത്ത്. അതിൽ അടുത്തതിലുള്ള എത്ര ഹറക്കത്ത് എന്ന് ഓരോ അക്ഷരം ഒന്ന് പറയോ? അലിഫിന് നീട്ടണ്ട. ഇല്ലല്ലോ.
ഇല്ല. വേണ്ട. ലാമിന് 6 ഹർക്കത്ത്, നഅം മീമിന് 6, നഅം റാക്ക് 2 ഹർക്കത്ത്. നഅം മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. ലാമിന് 6 ഹറക്കത്തും മീമിന് 6 ഹറക്കത്ത്, മൂന്നാമത്തെ അക്ഷരമായ റോയിന് 2 ഹറക്കത്ത്. 2 ഹർക്കത്ത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓതാൻ പറ്റും ആർക്കെങ്കിലും? അതൊന്ന് ഓതിയാണ്. അലിഫ് ലാം മീം റ. അലിഫ് ലാം മീം റാ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ അലിഫ് ലാം മീമിൽ പറയുമ്പോൾ മീമിനെ മണിച്ചില്ലേ, ലാം മീം, അതേ സെയിം അതേ രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? അലിഫ് ലാം മീം റ. ഇവിടെയും എന്ത് ചെയ്യണം? അതേ രൂപത്തിൽ മണിക്കണം. അപ്പൊ യാസീനിൽ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളെയാണ് 6 ഹറക്കത്ത് നീട്ടേണ്ടത്? യാസീനിൽ സീനിനെ മാത്രമേ 6 ഹറക്കത്ത് നമുക്ക് നീട്ടാൻ സാധിക്കൂ. യാഇനെ 2 ഹറക്കത്തെ നീട്ടാന് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നൂൻ എന്നതിലോ? നൂൻ സൂറത്തുൽ ഖലമിലെ 1-ാമത്തെ ആയത്താണ് നൂൻ. 6 ഹറക്കത്താണ് നൂനിനെ നീട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ സൂറത്തു മറിയമിലെ 1-ാമത്തെ ആയത്താണത് കാഫ് ഹാ യാ ഐൻ സാദ്. ഇതില് ഓരോ അക്ഷരങ്ങൾ എത്ര ഹറക്കത്ത് നീട്ടണമെന്ന് പറയാൻ സാധിക്കുമോ? ഹാഫ് 6 കാഫിന് നോക്കണം. 6 നഖസ ഹർക്കത്ത്. അസലുക്കുമല് ഉള്ളതാണെങ്കിൽ നമുക്ക് ഹായിന് പറയാം. 2. പറഞ്ഞോ. കാഫ് 6 ഹറക്കത്ത്. ഞാൻ ഹായിന് 2 ഹർക്കത്ത്. അതിന് 2 ഹറക്കത്ത്. യായിന് 2 ഹർക്കത്ത്. അതിന് 2 ഹറക്കത്ത്. ഹായിന് 6 ഹർക്കത്ത്. ഐന് 6 ഹറക്കത്ത്. സ്വാദിന് 6 ഹർക്കത്ത്. അതെ, സ്വാദിന് 6 ഹറക്കത്ത്. അപ്പൊ ഓതുമ്പോ കാഫ് ഹാ യാ ഐൻ അപ്പോ കാഫിന് 6 ഹറക്കത്തും അവിടെ ഹായിനെ യായിനെ ഒരുപാട് നീട്ടാൻ പാടില്ല. ഇപ്പൊ പെട്ടെന്ന് ഉച്ചരിക്കണം. അവിടെ ഒരുപാട് നീട്ടാതെ 2 ഹറക്കത്ത് നീട്ടി അതിനുശേഷം ഐനിലേക്ക് 6 ഹറക്കത്ത് നീട്ടി പോകുന്ന രൂപമായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. ചില ആളുകൾ ചിലപ്പോ എന്ത് ചെയ്യും? ഈ 6 അക്ഷരങ്ങളെ അല്ലെ 5 അക്ഷരങ്ങൾ എന്ത് ചെയ്യും? 6 ഹറക്കത്ത് നീട്ടും. ഇങ്ങനെ കാഫ് ഹാ യാ ഐ, ഇതേ രൂപത്തിൽ എന്ത് ചെയ്യും? ഓതി പോകുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അത് ശരിയായ രീതിയല്ല. നമ്മള് എന്താണ് അവിടെ ഹായിനെയും വ്യായിനെയും എന്താണ് ആ ഒരു മദ്ദിന്റെ അടയാളം അവിടെ വന്നിട്ടില്ല. ഇപ്പൊ ഖുർആനെ നമ്മൾ നോക്കിയാല് ഹായിന് മുകളിലും യായിന് മുകളിലും ചെറിയൊരു അലിഫ് മാത്രം നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ നോക്കുമ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സാധാരണ മദ്ദാണ്, അവിടെ അസാധാരണ ദീർഘമല്ല. അസാധാരണ ദീർഘമുള്ള അക്ഷരങ്ങളുടെ മുകളിൽ എന്താവും? ആ ഒരു വളഞ്ഞ രൂപത്തിലുള്ള ഫത്ഹ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോ ലാമും മീമും അവിടെ അസാധാരണ ദീർഘം ചെയ്യണം, അഥവാ 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടണം. ഇപ്പൊ ഇവിടെ കാഫ് ഹാ യാ ഐൻ സ്വാദില് കാഫിനെയും ഐനിനെയും സ്വാദിനെയും എന്ത് ചെയ്യണം? 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടണം. കാരണം അവിടെ എന്തുണ്ട്? മദ്ദിന്റെ ആ ഒരു സിമ്പല് വന്നിട്ടുണ്ട്. എന്നാൽ ഹായിന്റെ മുകളിലും യായിന് മുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഒരു മദ്ദിന്റെ അടയാളം കാണാൻ സാധിക്കുകയില്ല. ഖുർആൻ നോക്കുമ്പോൾ എന്താകും? നമുക്ക് ചെറിയൊരു അലിഫ് അതിന് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതിനർത്ഥം എന്താണ്? അത് സാധാരണ ദീർഘമായ അലിഫാണ് അല്ലെ? ഫത്ഹിന് ശേഷമുള്ള അലിഫ് നമുക്ക് കേട്ടിട്ടില്ല. അതേ സെയിം അലിഫാണ് അവിടെ ചെറിയതായിട്ട് കൊടുത്തിട്ടെന്നേ ഉള്ളൂ. വേറെ അവിടെ നിയമങ്ങളൊന്നും ഇല്ല. അവിടെ 2 ഹറക്കത്ത് മാത്രം ഹായിനെയും യായിനെയും നീട്ടിയാല് മതി. ഇനിയുള്ളതാണ് സൂറത്തു ശൂറ. സൂറത്തു ശൂറയിലാണ് തോന്നുന്നത്. ഹാമീം ഐൻ സീൻ ഖാഫ്. ഈ 2 ആയത്തും ഒരു സൂറത്തിലെ തുടക്കത്തിലുള്ള 2 ആയത്തുകളാണ്. ഹാമീം ഹാമീം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്. ഹായിന് എത്ര ഹറക്കത്താണ്? 2. അതെ, 2 ഹറക്കത്ത്. മീമിന് എത്ര ഹറക്കത്താ? 6. അതെ, 6 ഹറക്കത്ത്. ഐനിന് എത്ര ഹറക്കത്ത് അപ്പോ? 6. അതെ, 6. സീനിന് 6.
സീനിന് 6 ഹറക്കത്ത്. ഖാഫിന് എത്ര ഹറക്കത്താ? 6. 6 ഹറക്കത്താണ്. അപ്പൊ നമ്മൾ ഓതുമ്പോ ഹാമീം ഐൻ സീൻ ഖാഫ്. അല്ലെ, ഐനിന് 6 ഹറക്കത്ത് നീട്ടി, അതേപോലെ സീനിന് 6 ഹറക്കത്ത് നീട്ടി, ഖാഫിനെയും 6 ഹറക്കത്ത് നീട്ടി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതൊന്ന് ഓരോരുത്തരായി ചൊല്ലിയാല് ഖൈറായിരിക്കും. ആദ്യം ഇബ്രാഹിം ഒന്ന് അലിഫ് ലാം മീം മുതൽ അവസാനം വരെ ഒന്ന് ഓരോരുത്തരെ കൊണ്ടൊന്ന് വായിപ്പിക്കണം. അപ്പൊ ഒന്നാമത് ഇബ്രാഹിമിക്ക് ഒന്ന് വായിക്കണം ഇൻഷാ അല്ലാഹ്. മൊത്തത്തിൽ വായിക്കണോ? മൊത്തത്തിലൊന്ന് വായിക്കണം. ഓക്കെ. അലിഫ് ലാം മീം ത്വാഹ തോയിനെ കുറച്ചുകൂടി ത്വാഹ ത്വാഹ ഹാമീം. അതെ. അലിഫ് ലാം മീം സ്വാദ് ത്വാസീം മീം ഇൻഷാ അല്ലാഹ്. സ്വാദ്. അലിഫ് ലാം റോ ത്വാസീൻ. സീനിന് ഷെഡ് കൊടുക്കണ്ട. ത്വാസീൻ. ഒന്നുകൂടെ ഒന്ന് ഓതുവോ? നമ്മള് ഇത് ഒരു സമയത്ത് ത്വ എന്ന് പറഞ്ഞ നമ്മള് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സീൻ അങ്ങനെയല്ല, ചേർത്താണ് പറയണം. അതെ അതെ. അലിഫ് ലാം മീം റോ യാസീൻ നൂൻ. കാഫ് കാഫ് ഏതാ വരുന്നത് കൂടുതൽ? 6 ഹറക്കത്തില്ലേ? ഓക്കെ. കാഫ് ഹാ യാ ഐൻ സ്വാദ് അതിനവിടെ ഒരുപാട് നീട്ടി. അതിന് 2 ഹറക്കത്തല്ലേ? ഹാമീം ഐൻ സീൻ ഖാഫ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു. ഫൈസലിക്ക ഒന്ന് ഓതുവോ? ഫൈസലിക്ക. അലിഫ് ലാം മീം ത്വാഹ. ത്വാഹ അത്ര നീട്ടണ്ട. ത്വാഹ ഹാമീം അലിഫ് ലാം മീം സ്വാദ്. പോയല്ലോ, കണ്ടില്ലേ? തോസീം മീം. ഒന്ന് ത്വാസീൻ മീ ഒന്നുകൂടി ഒന്ന് ഓതുവോ? തോസീം മീം സ്വാദ്.
ألف لام را طا سين قاف ألف لام ميم را മീമിനെ കുറച്ച് കിട്ടണം. അലിഫ് ലാം മീം റാ. ألف لام ميم را. ഇപ്പൊ ലാമിനെയും മീമിനെയും 6 ഹറക്കത്ത് നീട്ടിയിട്ടില്ല. 6 കുറവാണ്. 6 വിരല് നമ്മള് മടക്കുന്നതിന്റെ ഒരു ദൈർഘ്യമില്ല. ദൈർഘ്യം ലാം മീം റാ. ألف لام ميم را ياسين نون قاف كحيا عين صاد. അവിടെ ഐനിനെയും സ്വാദിനെയും 6 ഹറക്കത്താണ് നീട്ടേണ്ടത്. كحيا عين صاد حميم. ഉറപ്പാക്കാൻ പാടില്ല. ഹ മീം എന്നല്ല, ഹമീം ചേർത്തലോ ഒന്ന്. അപ്പൊ അവിടെ അക്ഷരത്തിൽ വഖഫില്ല. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. حميم حميم عين صاد عين صاد قاف. സ്വാദ് അവിടെ ഇല്ലല്ലോ. ഐനും സീൻ അല്ലേ? സീൻ. അതെ, സീനാണ്. ഐൻ സീൻ ഐൻ സീൻ ഖാഫ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഇസ്മായിലിക്ക, മുഹമ്മദ് ഇസ്മായിൽ ഒന്ന് ഓതും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അലിഫ് ലാം മീം ത്വാഹ ഹാമീം. അലിഫ് ലാം മീം ത്വാ സീൻ صاد. ألف لام را طا سين قاف. ألف لام ميم را. ലാം മീം എന്ന റൗണ്ടിന് മണിക്കലുണ്ട്. ലാം മീം. ألف لام ميم را ياسين نون قاف يا عين صاد حميم عين سين قاف. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഒരാളും കൂടി ഒന്ന് വായിച്ചിട്ട് ഹൈറായിരുന്നു. വായിക്കാത്ത ഒരാള് ആരെങ്കിലും വായിക്കോ? അലിഫ് ലാം മീം ത്വാഹ ഹാമീം. അലിഫ് ലാം മീം സ്വാദ് طاسيم ميم صاد ألف
لام را طاسين قاف ألف لام ميم را ياسين نون قا قا ഓഫ് عين അല്ല, കാഫ് ആണ് അവിടെ, കാഫ്. كاف قاف عين يا ഹറക്കത്താണ്. خا خا يا عين صاد حميم عين سين قاف. മാഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്. പിന്നെ ഇതില് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം ചെല്ലാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് ഓതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അഥവാ നമ്മൾ കേട്ട് എത്ര ഹറക്ക് നീട്ടണം, എങ്ങനെയാണ് നീട്ടേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഓത്ത് കേട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ള ഖിറാഅത്തുകൾ കേട്ട് ആണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മള് യൂട്യൂബിലെ ഇപ്പൊ നമ്മളൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്തില്ലേ, ഇബ്രാഹിം അഖ്ദർ, അദ്ദേഹത്തിന്റെ തന്നെ ഓരോ സൂറത്തിനെ നമ്മൾ നോക്കിയാല്, സൂറത്തുൽ ബഖറ നോക്കിയാൽ അലിഫ് ലാം മീം നീട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം നീട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ അലിഫിന് അല്ലെങ്കിൽ ലാമിന് എത്ര ഹറക്കത്ത് നീട്ടി, മീമിന് ഹറക്കത്ത് എത്ര നീട്ടി, അവിടെ ലാമും മീം വരുമ്പോ മണിക്കുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ തോഹ, സൂറ തോഹ നമ്മൾ കേട്ടു വെക്കുക, ഇബ്രാഹിം അഖ്ദറിന്റെ. അപ്പൊ തോഹയില് അദ്ദേഹം തോയിന് എത്ര ഹറക്കത്ത് നീട്ടുന്നു, ഹായിന് എത്ര ഹറക്കത്ത് നീട്ടുന്നു, അതൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണം, പഠിക്കുക. അപ്പോ ഇത് മൊത്തത്തില് 14 എണ്ണമാണ് വന്നിട്ടുള്ളത് ഖുർആനില്. ഇപ്പൊ അലിഫ് ലാം മീം എന്നുള്ളത് തന്നെ ആവർത്തിച്ച് പല സൂറത്തുകളിലെ വന്നിട്ടുണ്ട്. ഇപ്പൊ സൂറത്തു ആൽ ഇംറാൻ, അതേപോലെ സൂറത്തു റൂം, പിന്നെ സൂറത്തു സജദ, ഇതേപോലുള്ള സൂറത്തുകളിലൊക്കെ അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ 14 എന്താണ് വാക്കുകളാണ് ഉള്ളത്. അത് പിന്നെ ഓരോ സൂറത്തിലും എന്തോ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഹാമീം തന്നെ ഒരുപാട് സൂറത്തുൽ അഹ്ഖാഫിലുണ്ട്, അതേപോലെ സൂറത്തു സൂറത്ത് ദുഖാനിലുണ്ട് ഹാമീം കൊണ്ടാണ് തുടങ്ങുന്ന, അതേപോലെ സൂറത്ത് സുഖ്റുഫ് ഹാമീം കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ പല സൂറത്തുകൾ എന്തുണ്ട്, ഹാമീം കൊണ്ട് ആവർത്തിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സൂറത്ത് ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഖുർആൻ ആപ്പ് വഴിയ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കേട്ട് അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓതി റെഡിയാക്കണം. ഇപ്പൊ ഞാൻ പൂർണ്ണമായി ഇപ്പൊ എല്ലാവരും ഓതിയത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറച്ചും കൂടി കേട്ട് റെഡിയാവാനുണ്ട് നമ്മൾ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ് കൊണ്ട് നമുക്ക് പൂർണ്ണമായും അത് റെഡിയാക്കാൻ പറ്റൂല. അത് ഒരുപാട് നമ്മൾ കേട്ട് 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 നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് കേട്ട് ആ കാര്യയുടെ കൂടെ ഓതി അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് റെഡിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ട വർക്ക് എന്നുള്ളത്, ഏതൊക്കെ സൂറത്തുകളിലാണ് ഇപ്പൊ നമ്മളെ എഴുതുമ്പോ അലിഫ് ലാം മീം ഇട്ടിട്ട് എന്ത് ചെയ്യണം, അലിഫ് ലാം മീം കൊണ്ട് ഏതൊക്കെ സൂറത്തുകളാണ് ഖുർആനിൽ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ സൂറത്തുൽ ബഖറ എഴുതാം, സൂറത്തു ആൽ ഇംറാൻ, സൂറത്തു സജദ, അങ്ങനെ എന്ത് ചെയ്യാം, അലിഫ് ലാം മീം കൊണ്ട് ഏതൊക്കെ സൂറത്ത് തുടങ്ങിയ സൂറത്തിന്റെ പേര് അലിഫ് ലാം മീം എന്ന് കൊടുക്കുക, സൂറത്തിന്റെ പേരുകൾ എന്ത് ചെയ്യുക, ഹൈഫനിട്ട കോമയിട്ട എഴുതി വെക്കുക. പിന്നെ തോഹ കൊണ്ട് തുടങ്ങുന്ന ഏതൊക്കെ സൂറത്ത്, അപ്പൊ ഒന്നേ ഉള്ളത് സൂറത്തു തോഹ മാത്രം. ഹാമീം കൊണ്ട് തുടങ്ങുന്ന ഏതൊക്കെ സൂറത്താണ്, ആ സൂറത്തിന്റെ പേരുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അലിഫ് ലാം മീം സ്വാദ്, ഏത് സൂറത്താണ് അറിയാമോ, ഏത് സൂറത്താണ് അലിഫ് ലാം മീം സ്വാദ്, അറിയോ ആർക്കെങ്കിലും? സൂറത്തുൽ മറിയമാ? സൂറത്തു മറിയം, കാഫ് ഹാ യാ ഐൻ സ്വാദ്. അതെ, സൂറത്തുൽ അഅറാഫ് ആണ് അലിഫ് ലാം മീം സ്വാദ്. അപ്പൊ എന്ത് ചെയ്യാം, അത് ഒരൊറ്റ സൂറത്തിൽ മാത്രമേ ആവർത്തിച്ചിട്ടുള്ളൂ അല്ലെ, അലിഫ് ലാം മീം സ്വാദ് ഒരു സൂറത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമായിട്ട് എഴുതുക. തോസീൻ മീം ഏതൊക്കെ സൂറത്തുകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ആ സൂറത്തിന്റെ പേര് എഴുതുക. സ്വാദ് എന്നിട്ടിട്ട് ഹൈഫൻ ഇടുക, ഏതൊക്കെ സൂറത്തിലാണ് സ്വാദ് കൊണ്ട് ആവർത്തിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മൊത്തത്തിൽ ഒരു ഇൽമ നമുക്ക് കിട്ടും, ഏതൊക്കെ സൂറത്തിൽ എത്ര തവണ ഇതൊക്കെ ആവർത്തിച്ച് വന്നു, അല്ലെങ്കിൽ
അലിഫ്ലാമി എത്ര തവണ എത്ര സൂറത്തിൽ ആവർത്തിച്ച് വന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണക്കുണ്ടാവും. അപ്പൊ അങ്ങനെ പഠിച്ചാല് ഹയറായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്നുള്ളത്, അപ്പൊ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ചെയ്യേണ്ട വർക്ക് എന്നുള്ളത് എന്താണ്, ഇതിന്റെ ഓരോ നമ്മൾ എഴുതിയിട്ട് ഏതൊക്കെ സൂറത്തുകളിലാണ് വന്നത് ആ സൂറത്തിന്റെ പേര് മാത്രം എഴുതി ഇൻഷാല്ല എന്ത് ചെയ്യാ, നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ അയക്കണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹംദുലില്ലാ ഒരു 8ഓളം പേര് അയച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഉദാഹരണം കണ്ടെത്തി എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ നമ്മൾ ഖുർആനിൽ നിന്ന് എഴുതുമ്പോൾ ആയത്തിന്റെ നമ്പർ എഴുതി വെച്ചാൽ എന്ത് ചെയ്യും, അത് നോക്കാനും പാടായിരിക്കും, കറക്ഷൻ ചെയ്യാനൊക്കെ പാടായിരിക്കും. കാരണം ആയതിന്റെ നമ്പർ എടുക്കണം, ആ ഖുർആനിൽ നിന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രയാസം വരത്തുള്ളൂ. അപ്പോൾ എഴുതിയാലേ, അപ്പൊ നോട്ട്ബുക്കിൽ തന്നെ വേണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടാബിൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഫയൽ അയച്ചു തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. നമുക്ക് എഴുതി ശീലമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഹയറായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ തോന്നുന്ന എങ്ങനെയാണോ അതേ രൂപത്തിൽ എന്ത് ചെയ്യാം, ചെയ്യണം. പക്ഷെ എഴുതണം, നമുക്ക് വാക്കുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാണാൻ സാധിക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കറക്ഷന് ചെയ്ത് പറയാൻ പറ്റൂ ഇൻഷാല്ല. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിലേക്കുള്ള വർക്കാണ്. ഓക്കെ അല്ലേ, ഇത് എളുപ്പമല്ലേ ചെയ്യാന്? എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മള് ഒരു ചെറിയൊരു നിയമമാണ്, അഥവാ ഹറക്കത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഹറക്കത്ത് തജ്വീദിൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന തജ്വീദിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹറക്കത്ത് തജ്വീദിൽ എങ്ങനെയാണ് പറയുക, ഹറക്കത്ത് എന്നാൽ എന്ത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിരല് നീട്ടാനുള്ള ടൈം. അതെ, ഹർക്കത്ത്. അതെ, ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹറക്കത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വിരല് മടക്കി ഓപ്പൺ ചെയ്യാനുള്ള ടൈം. രണ്ട് ഹറക്കത്ത് എന്ന് പറയുമ്പോൾ ഓപ്പൺ വിരലുകൾ മടക്കാൻ എടുക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു സമയം. അതാണ് ഹറക്കത്ത് തജ്വീദിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ ഇനി പഠിക്കുന്നത് ഭാഷാപരമായിട്ട് ഹറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഹറക്കത്ത് ഭാഷയിൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇനി പഠിക്കാൻ പോണം. അതിലിപ്പോ ഫത്ഹ, കെസ്റ, ദമ്മ, ഇതാണ് ഹറക്കത്ത്. ഭാഷയിൽ ഹറക്കത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഫത്ഹ, കെസ്റ, ദമ്മ. അതേപോലെ ഫത്ഹു തൻവീൻ, കെസറു തൻവീൻ, ദമ്മു തൻവീൻ. ഫത്ഹു തൻവീന് പകരം നമുക്ക് വേറെ പേര് പറയാം, ഫത്ഹത്തൈൻ എന്ന് പറയാം. ഫത്ഹത്തൈൻ. കെസറു തൻവീനിന് കുറച്ചും കൂടി എളുപ്പത്തിൽ കെസറത്തൈൻ എന്ന് പറയാം. ദമ്മു തൻവീനിന് ദമ്മത്തൈൻ എന്ന് പറയാം. അഥവാ ദമ്മ എന്ന് വെച്ചാൽ ഒരു ദമ്മ്, ദമ്മത്തൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ദമ്മായി. തൻവീൻ അങ്ങനെയല്ലേ, രണ്ട് ദമ്മല്ലേ തൻവീൻ. അതായത് രണ്ട് കെസറാണ് എന്ത്, നമ്മള് മലയാളത്തിൽ പറയും ഇരട്ട കെസർ എന്ന് പറയും അല്ലെ. ഇരട്ട കെസർ, ഇരട്ട ഫത്ഹ, ഇരട്ട ദമ്മ എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഇരട്ടയാണ്, അഥവാ ഒരു ഫത്ഹ അല്ല, രണ്ട് ഫത്ഹ, രണ്ട് കെസറ, രണ്ട് ദമ്മ. അപ്പൊ അറബില് ദ്വിവചനത്തിന് പറയുമ്പോൾ എന്താണ്, ഫത്ഹ, ഫത്ഹത്തൈൻ, ഫത്ഹത്തൈൻ അല്ലെ. മുസന്നയെ കുറിക്കുന്ന ഈ രണ്ടെണ്ണം എന്ന് നമ്മൾ കുറിക്കുമ്പോൾ അവസാനം യാനും കൊടുത്താൽ മതി. ഫത്ഹത്തൈൻ, കെസറത്തൈൻ, ദമ്മത്തൈൻ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പവും പറയാൻ ഏതാണോ, ഇപ്പൊ ഫത്ഹു തൻവീൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. കെസറു തൻവീൻ ആണെങ്കിൽ അങ്ങനെ പറയാം. ദമ്മു തൻവീൻ അങ്ങനെ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഫത്ഹത്തൈൻ എന്ന് പറയാം, കെസറത്തൈൻ എന്ന് പറയാം, ദമ്മത്തൈൻ. ഏതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇപ്പോ ഫത്ഹ, കെസർ, ദമ്മ്, ഫത്ഹു തൻവീൻ, കെസറു തൻവീൻ, ദമ്മു തൻവീൻ. ഇതാണ് എന്ത് ഭാഷയിൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ തജ്വീദിലാകുമ്പോൾ എന്താണ് ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് നമ്മള് ഒരു വിരല് മടക്കാൻ എടുക്കുന്ന ഒരു സമയമാണ് ഒരു ഹറക്കത്ത് എന്നുള്ളത്. അപ്പോ 5 വിരല് മടക്കാൻ എടുക്കുന്ന സമയം എന്താണ്, 5 ഹറക്കത്ത്. അത് മദ്ദുമായിട്ട് ദീർഘമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ് എന്ത്, ആ ഒരു ഹറക്കത്ത്, തജ്വീദിൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലേ ഭാഷയിലാവുമ്പോഴോ അത് മാറും. അവിടെ ഫത്ഹ, കസറ, ദമ്മ, ഫതഹു തൻവീൻ, കസറു തൻവീൻ, ദമ്മു തൻവീൻ. ഈ ഒരു 6 എന്ത് ഭാഷയിൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കണത് ഹറക്കത്ത് ഭാഷയിലും ഉണ്ട്, അതേപോലെ എന്തുണ്ട് തജ്വീദിലും ഉണ്ട്. രണ്ട് ഡെഫിനിഷൻ ആണ്. ഭാഷയിലാകുമ്പോൾ ഫത്ഹ, കസറ, ദമ്മ, ഫത്ഹത്തൈൻ, കസറത്തൈൻ, ദമ്മത്തൈൻ, ഇതിനാണ് ഭാഷയിൽ ഹറക്കത്ത് എന്ന് പറയുന്ന. തജ്വീദിലാകുമ്പോൾ എന്താണ്,
നമ്മൾ നീട്ടാൻ എടുക്കുന്ന ഒരു ദൈർഘ്യം, ആ ഒരു സമയത്തെയാണ് ആ ഒരു ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എളുപ്പമാണ്. ഇതിൽ നമുക്ക് വർക്കൊന്നും ഉണ്ടാവൂല. നമ്മൾ ചെയ്യേണ്ട വർക്ക് ആ ഈ ഹയ്യുൻ തുഹറുൻ അതേപോലെ നഖസ അസലിക്കും അതില് വാക്കുകൾ, ആ ഒരു വാക്കിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഏതാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിക്ക് ഇൻഷാല്ലാ അതിന് മുമ്പായിട്ട് അയക്കണം ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഇതിലിപ്പോ നമ്മള് പറഞ്ഞതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇൻഷാല്ലാ. ഒരു ഡൗട്ട് ആ ഒരു ഡൗട്ട് ഈ സ്പീഡിൽ ഓടുന്ന സമയത്ത് ഈ 6 ഹറക്കത്തിന്റെ പ്രശ്നം വരുന്നുണ്ടോ? സ്പീഡിന് ഓതുമ്പോ അവരെ സ്പീഡ് അനുസരിച്ച് ഒരു ഹറക്കത്ത് ഉണ്ടാവും. മനസ്സിലായി? ഇപ്പൊ യാസീൻ ഓതുമ്പോ ഈ 6 അങ്ങനെ സ്പീഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മള് തജ്വീദ് കളഞ്ഞിട്ട് സ്പീഡിന് ഓതാൻ പാടില്ല. തജ്വീദ് പ്രധാനപ്പെട്ടതാണ് ഖുർആനില്. അപ്പൊ സ്പീഡിന് ഓതുന്നതോടെ നമ്മളെ തജ്വീദ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ഓത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. നമുക്ക് തജ്വീദോടുകൂടി സ്പീഡിന് ഓതാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ സ്പീഡിന് ഓതുന്നതുകൊണ്ട് നമുക്ക് അവിടെ മണിക്കാൻ ഒക്കെ പറ്റുന്നുണ്ട്, തജ്വീദിൽ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡിന് ഓതാം. പക്ഷെ നമ്മൾ സ്പീഡിന് ഓതുന്നത് കൊണ്ട് അവിടെ തജ്വീദിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ തജ്വീദിനെ പ്രാധാന്യം കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ പയ്യ സാവകാശം എന്ത് ചെയ്യണം, ഓതണം. അല്ലെ ഖുറാനിലെ വറത്തിലെ ഖുർആൻ തർത്തിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓതുന്നതായിരിക്കും ഹൈറേറ്റ് നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്പീഡിന് ഓതുമ്പോൾ ഒരുപാട് അക്ഷര തെറ്റ് വരും. അപ്പൊ അക്ഷര തെറ്റിയാൽ എന്താവും, ഖുർആനിലെ മഅന അർത്ഥം മാറും. ഖുർആനിലെ ഒരു അക്ഷരം മാറിയാൽ ഖുർആന്റെ അർത്ഥം മാറും. ഖുർആനിലെ ഒരു ഹറക്കത്ത് മാറിയ ഫത്ഹ എന്നുള്ള ഭാഗത്ത് നമ്മൾ കെസറാക്കി ഓതിയത്തിന് എന്ത് ചെയ്യും, ഖുർആനിലെ അവിടെ അർത്ഥം മാറും. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ഒരു ചെറിയൊരു ഹറക്കത്ത് പോലും അല്ലെങ്കിൽ ഒരു പുള്ളി മാറിയാൽ തന്നെ എന്ത് ചെയ്യും, അവിടെ അർത്ഥം മാറുന്നതാണ്. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അത്രയും ഗൗരവത്തോടു കൂടി, അത്രയും സൂക്ഷ്മതയോടുകൂടി എന്ത് ചെയ്യണം, നമ്മള് പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓതണം. അപ്പൊ സാവകാശം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കില്ല ഖുർആൻ തജ്വീദ് ഒക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാവകാശം ഓതി ഓതി പഠിച്ചാൽ അത്രയും ഹൈറായിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. നമ്മളിപ്പോ തജ്വീദൊക്കെ പഠിച്ച് നമുക്ക് കണ്ടൊക്കെ ഓതാൻ ഫ്ലുവന്റ് ആയിട്ടൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ല. സ്പീഡിന് ഓതിയാലും തെറ്റൂല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ സ്പീഡിന് ഓതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് തെറ്റുകൾ വരും. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല. ആ തെറ്റ് പിന്നെ മാറ്റാൻ പറ്റൂല. സ്പീഡിൽ ഓതുമ്പോഴും ഇത് ഫോളോ ചെയ്തിട്ട് പോകണമെന്നല്ലേ? സ്പീഡിന് ഓതിയാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യണം. ഇപ്പൊ സുദൈസ് ഒക്കെ ഓതുമ്പോ സുദൈസ് ഒരു സ്പീഡിലാണ് ഓതുന്നത്, അബ്ദുറഹ്മാൻ സുദൈസ്. അപ്പൊ അദ്ദേഹം ഓതുമ്പോ അദ്ദേഹത്തിന്റെ സ്പീഡിലുള്ള 6 ഹറക്കത്തായിരിക്കും നീട്ടുന്നത്. അങ്ങനെയാണ്. പയ്യെ ഓതുന്ന കാര്യങ്ങളാവുമ്പോ അവരെ രൂപത്തിൽ അവരെ പയ്യെ ആ സ്ലോ അനുസരിച്ചിട്ട് 6 ഹറക്കത്ത് കുറച്ച് ദീർഘമാകും. അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു സംശയം, ഇതിലെ ഹർക്കത്ത് ഭാഷയിലും അതുപോലത്തെ ഹർക്കത്ത് ഇപ്പൊ തജ്വീദിൽ നമ്മൾ ഇതുമില്ല വല്ല കമ്പാരിസൺ എന്താ? അപ്പൊ ഉദാഹരണമായിട്ട് 2 ഹർക്കത്ത് 4 ഹർക്കത്ത് 6 ഹർക്കത്ത് നീട്ടുക എന്നുള്ള പറയുമ്പോ ഈ ഹർക്കത്ത് ഭാഷയിൽ ഈ ഇതിനായിട്ട് ബന്ധം എങ്ങനെ പറയാം? അഥവാ നമ്മളിപ്പോ ദീർഘം പഠിച്ചത് കൊണ്ടാണ് ഹറക്കത്തിന്റെ അളവ് പഠിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ മദ്ദിന് ശേഷം ഹംസ വന്നാല് 5 ഹറക്കത്ത് നീട്ടണം. അപ്പൊ ഈ 5 ഹറക്കത്ത് എന്താണെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ, എന്താണ് ഈ 5 ഹറക്കത്ത്? അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ പഠിച്ചത്. ഈ എന്താണ് അവിടെ 5 ഹറക്കത്ത്, അല്ലെങ്കിൽ ഹറക്കത്ത് അവിടെ തജ്വീദിൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പഠിച്ച മനസ്സിലായോ? ഇങ്ങനെ നീട്ടുന്നതിനുള്ള ഒരു അളവാണ് ആ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹറക്കത്ത് എന്ന് പറയുമ്പോൾ തൻവീൻ, ഫത്ഹ, കസറ, ദമ്മ, അതേപോലെ ഫത്ഹത്തേൻ, കസറത്തേൻ, ദമ്മത്തേൻ. അവിടെ ഭാഷാപരമായിട്ട് എന്താണ്, ആ ഫത്ഹയും കസറയും ദമ്മയാണ് ആ ഒരു ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ പറയുന്നത്, വേറെ ഒന്നുമല്ല. രണ്ടിനും ഹറക്കത്ത് എന്നാ പറയുന്നത്. ഇപ്പൊ നീട്ടുന്നതിന് എത്ര അളവാണ് കിട്ടുന്നത്? 2 ഹറക്കത്ത്. ഇവിടെ ഫത്ഹ, കസറ, ഹറക്കത്ത്. അപ്പൊ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഡെഫിനേഷൻ കൊടുത്തത്. അപ്പൊ അതില് തൻവീന് ഇപ്പത്തെ ഫത്ത തൻവീന് അല്ലെ കസി തൻവീന്, ഇതിന്റെ അടിസ്ഥാനത്തില് ഈ 2 ഹർക്കത്ത് 4 ഹർക്കത്ത് എന്ന് പറയാൻ പറ്റൂല. ഇല്ല. മദ്ദിന്റെ വിഷയത്തിൽ, ദീർഘത്തിന്റെ വിഷയത്തിൽ മാത്രമേ നമുക്ക് നീട്ടുന്ന അളവ് മാത്രമാണ് ഇത്. മനസ്സിലായോ? നമ്മൾ പറയുമ്പോ എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്, അവിടെ 5 ഹറക്കത്ത് നീട്ടണം. ആ നീട്ടുന്ന സമയം മാത്രമേ ഈ തജ്വീദിലെ ഹറക്കത്ത് അവിടെ പാലിക്കാൻ പറ്റൂ.
അല്ലാതെ ഫത്ഹ കസറ അവിടെ നിന്ന് നീട്ടാൻ പാടില്ല. മദ് വരുന്ന എവിടെയാണോ, ദീർഘം വരുന്ന എവിടെയാണോ അവിടെ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? ഈ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇളക്കം എന്നുള്ളതല്ലേ ആ അല്ലേ? ആ ആ ഹറക്കത്ത് എന്ന് വെച്ചാൽ അവിടെ ഒരു അനക്കം, അതാണ് അത്രേ ഉള്ളൂ. നമ്മളെ ഈ ദീർഘം കഴിഞ്ഞിട്ട് അംസ് വരുമ്പോ 4 5 ഹർക്കത്ത് നീട്ടുന്നുണ്ടല്ലോ. നീട്ടണം. അതിന്റെ ഒരു അളവാണ് പറയുന്നത്. വന്നാല് നിർബന്ധമില്ലാന്നുണ്ടോ? അങ്ങനെ എന്താണ് അങ്ങനെ പഠിച്ചതുപോലെ ഈ 2 പദങ്ങളിലാണ് ദീർഘവും അംസും 2 പദങ്ങളിലായിട്ടാണ് വരുന്നത്. എന്താ അങ്ങനെ നീട്ടൽ നിർബന്ധമില്ല എന്ന് ഇതുണ്ടോ? ഇൻഷാ അള്ളാ അത് നമ്മൾ ഇപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഇൻഷാ അള്ളാ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഓരോ പാഠങ്ങൾ ഇനി കഴിയുമ്പോൾ ഇൻഷാ അള്ളാ മനസ്സിലാവും. ഞാൻ ചോദിച്ച നമ്മൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അള്ളാ. ഒരു സംശയമുണ്ട്. നമ്മൾ ഈ സുക്കൂന് അർക്കത്തിൽ പെടൂല? ഇല്ല, സുക്കൂൻ ഹറക്കത്തിൽ പെടൂല. ഫത്ഹ കസറ ദമ്മ സുക്കൂൻ ഹറക്കത്തിൽ പെടൂല. സുക്കൂൻ എന്ന് വെച്ചാല് ഒരക്ഷരത്തിന് ഹറക്കത്തില്ലാത്ത അവസ്ഥയാണ് സുക്കൂൻ. ഒരക്ഷരത്തിന് ഫതഹില്ല, കസറില്ല, ദമ്മില്ല. ഫതഹു തൻവീൻ ഇല്ല, കസറു തൻവീൻ, ദമ്മു തൻവീൻ, ഒന്നുമില്ലാത്ത ഒരക്ഷരത്തിന്റെ അവസ്ഥയാണ് സുക്കൂൻ എന്ന് പറയുന്നത്. അത് ഹറക്കത്തല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ നോട്ടൊന്ന് പ്രത്യേകം PDF ആയിട്ട് ഇട്ട് തരാൻ പറ്റുമോ? അത് മറ്റേ നുജും സാറിന്റെ ചോദിച്ചില്ലേ? നുജും സാറിന്റെ ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചിട്ട് ഇൻഷാല്ലാ അയച്ചു തരാം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കുഴപ്പമില്ലായിരുന്നു. എന്നാലേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇൻഷാല്ലാ കുഴപ്പമില്ല. ഞാൻ ഗ്രൂപ്പിൽ അയച്ചാൽ മതിയല്ലോ? ഗ്രൂപ്പിൽ അയച്ചാൽ മതി. ഞാൻ ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ അത് അപ്പടി കോപ്പി അടിക്കാണ്, എഴുതുകയാണ്. നോട്ട് അത്രയും ഹെയർ ആണ്. ഞാൻ നോട്ട് ചെയ്യണം, ഫുള്ള് നോട്ട് ചെയ്തു. അതെ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചു തരാം. ഇൻഷാല്ലാ. നമുക്ക് അവസാനിപ്പിക്കല്ലേ? 10 മണി കഴിഞ്ഞു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. ആമീൻ വയ്യാക്കും.